അടിപൊളിയാണ് കേട്ടോ. നിർത്താൻ പറ്റുന്നില്ല. ഓ, നല്ല സുന്ദരനായിട്ടുള്ള ഒരു പൈനാപ്പിൾ. നല്ല മധുരമൊക്കെ ഇപ്പോഴേ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നത്. അപ്പൊ പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു പല സംഗതി ചെയ്ത് വേനൽക്കാലത്തേക്കുള്ള ഒരു ഡ്രിങ്ക്. അതെ, എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡ്രിങ്ക്. അപ്പൊ നമുക്ക് ഡ്രിങ്ക് തന്നെ ഇത്തവണ ആയിക്കോട്ടെ. ഇനി ഡ്രിങ്ക് 2-3 കഴിയുമ്പോ എല്ലാരും പറയാം, അയ്യോ ഡ്രിങ്ക് വേണ്ട, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയും. അപ്പൊ നമുക്ക് ഡ്രിങ്ക് ഓൾറെഡി കുറെ കസ്റ്റഡിയിലുണ്ട്. അപ്പൊ ഇന്നിപ്പോ പൈനാപ്പിൾ കൊണ്ടുള്ള അങ്ങ് ചെയ്യാം. ഞാനിപ്പോ ചെയ്യാൻ പോണത് ഈ പൈനാപ്പിൾ ഒന്ന് കാണിച്ചു. ഞാൻ പുറത്ത് കൊണ്ടുപോയി ഒന്ന് ചെത്തി ഇഞ്ഞു കൊണ്ടുവരാം. എന്നിട്ട് പിന്നെ സ്ലൈസ് ചെയ്യണം മുതൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ചെത്തി കൊണ്ടുവരട്ടെ. പിന്നെന്താ, പുറത്തു നിന്ന് അമ്മ ഇതൊക്കെ ചെത്തോളും. കണ്ടോ, നല്ല ഫാസ്റ്റാണ്. കിളികളുടെ കളകൂജനൊക്കെ കേട്ട്. ഓ, സൂക്ഷിച്ച് എത്തിക്കോ. കൈ മുറിയാതെ നോക്കിയോ. അതൊന്നുമില്ല, ഇതൊക്കെ ചെയ്യണ കാര്യല്ലേ. ഇതൊക്കെ അമ്മയ്ക്ക് നിഷ്പ്രയാസം. അതെ, എനിക്ക് പീലറും വേണ്ട, ചോപ്പറും വേണ്ട, ഒന്നും വേണ്ട. ഈ ചെറുപ്പം പോലെ തിരുമറിയിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന്. ഇതൊക്കെ ഒരു പൈനാപ്പിൾ പടയെടുക്കാൻ പറഞ്ഞിട്ട് എടുത്തില്ലല്ലോ, അത് ഇന്ന് എടുത്തോട്ടോ. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ അതൊരു കോമഡി പൈനാപ്പിൾ, അതുകൊണ്ട് എടുക്കണമെന്ന് പറഞ്ഞത്. ചെറുതാണ് പക്ഷേ അത്. ഇതെന്താ ഇത് പ്രത്യേകത? നോക്കിക്കോ എന്നാ പ്രത്യേകത. മുകളിലേക്ക് നോക്കുക. ഇവിടെ എന്നാ അതിനുള്ളതാ. കുനിയലുണ്ടായിരുന്നു. അത് മരം വെട്ടുകാർ കൊമ്പ് വെട്ടിയില്ലേ, കൊമ്പ് വെട്ടിയപ്പോ അതിലേക്ക് വീണ് കുനിയല അപ്പാടെ ഒടുങ്ങി പോയി. കുനിയലിനല്ല, കൂഞ്ഞില്. അപ്പൊ ഇനി ഇതുകൊണ്ട് കാര്യമില്ല. ഇത് കാണിക്കാനാട്ടോ. വെയിലുകൊണ്ട് അങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ ചൂടാ എത്തിക്കഴിഞ്ഞു. അപ്പോഴേക്കും ഇത് ചെത്തി റെഡിയാക്കി കഴിഞ്ഞു. നമുക്ക് പുറത്ത് ഫ്രണ്ടിലെ മുറ്റത്ത് നിന്നത് നുറുക്കി കറക്റ്റ് ആക്കാം. മിക്സിയിലൊക്കെ ആക്കി അകത്ത് കൊണ്ടുവന്ന് അടിക്കാം. അപ്പൊ ഇതിനെ പറിച്ചെടുക്കണവരല്ല. നമ്മള് മിന്റ് ലീവ്സ് പറിക്കാൻ വന്നേക്കാണ്. ഇത് കഴിഞ്ഞ വർഷം ജാനുവരി 5-ാം തീയതി അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് നട്ടതാ. ജൂൺ 5-ാം തീയതി. പക്ഷേ അത് ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഞങ്ങളത് നട്ടിട്ടിങ്ങനെ അധികം നനവൊന്നും വീഴില്ലായിരുന്നു. പക്ഷെ വെള്ളം കുത്തി ഒലിച്ച് അത് കുറച്ചിങ്ങനെ ഇതായിപ്പോയി. പക്ഷെ അത് പോയില്ല, ഇങ്ങനെ നിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ലീഫ് പറിച്ചെടുക്കാം. അപ്പൊ എന്നോട് ഏഞ്ചലേച്ചി പറഞ്ഞിട്ടുണ്ട് പിടിപ്പിച്ച് വേറെ തരാമ. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരെണ്ണം പറിച്ചെടുക്കാം. അത് നമുക്ക് പോയില്ല, ഏതായാലും പിടിച്ച് നിപ്പുണ്ടല്ലേ. അതെ, ഇവിടെ ഉണ്ട് ശാഖ. അതെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ജൂൺ 5-ാം തീയതി എൻവയോൺമെന്റ് ഡേയുടെ അന്ന് അമ്മയുടെ നല്ല സ്മെല്ല് കേട്ടോ. ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ നട്ടതാട്ടോ ഈ സാധനം. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പ്യുവർലി നാച്ചുറൽ ഡ്രിങ്ക് അല്ലേ. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മ വെള്ളം പിടിച്ചേക്കണ കാണിക്കാന്ന് എന്നോട് പറഞ്ഞു. ഇത് പൈപ്പിലെ വെള്ളം നമ്മൾ വരുമ്പോ ശേഖരിച്ച് വെക്കണം. നമ്മള് ശേഖരിച്ച് നിറയുണ്ടല്ലോ, നല്ല പ്യുവർ വാട്ടർ കേട്ടോ. അപ്പയാ ഈ ടാങ്കി കഴുകണയാള്. എന്നിട്ട് നീറ്റാക്കി ശേഖരിച്ച് വെക്കണം. എത്ര ലിറ്റർ ഉണ്ടാവും ഇതിനകത്ത് വെള്ളം? ഇത് 750. ഓ, അത്ര ഉണ്ടല്ലേ. അത് എന്നാന്നറിയാമോ, നമുക്ക് ഈ വാട്ടർ കണക്ഷൻ ഞങ്ങൾ എടുത്തിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പൊ നമ്മള് വെള്ളം എപ്പോഴും വരൂല. അത് വരുമ്പോ കറക്റ്റ് ഇതിനകത്താക്കി നിറച്ച് വെക്കണം. കാര്യം കിണറ്റില് വെള്ളമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഇതിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ചേ ഉള്ളൂ, ഇത് കുറച്ചേ ഉള്ളൂ. 2 ടാങ്കിൽ ശേഖരിച്ചു. ഇതില് കുറച്ചേ ഉള്ളൂ, പകുതിയുള്ളൂ. അത് നിറച്ച് വെച്ച് കഴിയുമ്പോൾ കാണിച്ചു കൊടുക്കും. അപ്പൊ ഇതെന്നാന്ന് വെച്ചാൽ ശേഖരിച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ള എന്തെങ്കിലും ആവശ്യം വന്ന് ഏതായാലും നമ്മള് പെർ മന്ത് റെന്റ് അടച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിന്റെ. അപ്പൊ വരുമ്പോ ശേഖരിച്ച് വെച്ചെന്നേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഉപകരിക്കാലോ. അങ്ങനെ ഇതാണ് സംഭവം. നമുക്ക് പോവാം. പൈനാപ്പിൾ മിന്റ് ലൈം ഉണ്ടാക്കാൻ പോവാം. നിന്റെ ജീരതേ വീണ്ടും നന്നായി വന്നു. കട്ട് ചെയ്തതാ. മിന്റെവിടെ കഴുകാനുണ്ടോ ഇതല്ലേ? ഫോക്കസ് കിട്ടാ. ഷുഗർ ആഡ് ചെയ്യേണ്ടത് അവിടെ ഞാൻ തിട്ടയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. സമയം എടുത്തോണ്ട്. ഒരല്ലേ ഉള്ളോ? ഒന്ന് മതി. നല്ല ഭയങ്കര സ്മെല്ലല്ലേ. ധാരാളം മതി. ഞാൻ നടുവേ ഒന്നങ്ങ് കട്ട് ചെയ്തു കേട്ടോ. ഇന്ന് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ കുക്കിംഗ്. ഞങ്ങളുടെ ഫ്രണ്ടിലെ മുറ്റത്ത് നിന്നാണ് ഇന്ന് കുക്കിംഗ്. മാവിന്റെ ഷെയ്ഡും കാറ്റും. ശരിക്കും കാറ്റായി. വൈകുന്നേരം ആകുമ്പോൾ കാറ്റാവും നമുക്ക് പാടത്തുനിന്നുള്ള.
ഇതിൻ്റെ കുനിയൽ കളയണില്ല, കാരണം ജ്യൂസിനാകുമ്പോൾ കുനിയൽ കളയേണ്ട കാര്യമില്ല കേട്ടോ. തിന്നാനാണെങ്കിൽ മാത്രം അത് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് പരമാവധി ചെറുതായിട്ട് മുറിക്കുക, പിന്നെ മിക്സിയിൽ അടിക്കുമ്പോൾ സൗകര്യമായിരിക്കും. ഒരു മുന്നോട്ട് വയ്ക്കാം, വയ്ക്കുക. ഇങ്ങനെ കുനിയൽ കളയണില്ല കേട്ടോ. കാണാമോ? ഇനിയാണ് നമ്മൾ നാരങ്ങയാണ് മുറിക്കാൻ പോകുന്നത്. ഇനി വേണോ? ഇത് കഴിക്കാനെടുക്കാൻ വേണമെങ്കിൽ ഊണ് കഴിയുമ്പോൾ, വൈകിട്ട് ഊണ് കഴിയുമ്പോൾ കഴിക്കാനുണ്ട്. പിന്നെ നാരങ്ങ പിഴിയണം അതിലേക്ക്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ജ്യൂസ് അടിക്കുന്നതിന് മുമ്പ്. ഇത് എത്ര കപ്പിനുള്ളതാ ഉണ്ടാക്കണേ? ഇത് നമ്മൾ 3 ഗ്ലാസ്സിന്, നമുക്ക് 3 പേർക്ക് ഒരേ ഗ്ലാസ്. അപ്പം പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഡൈല്യൂട്ട് ചെയ്ത് എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ ആ കോൺസെൻട്രേഷനായിട്ട് എടുക്കാം. ഡൈല്യൂട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ജ്യൂസല്ല, ഏത് രീതിയിൽ ഏത് ഫോമിൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഏതായാലും കുറച്ച് ഡൈല്യൂട്ട് ചെയ്യും, തീരെയല്ല. ഇതിപ്പോൾ ആദ്യം ഈ സംഭവങ്ങളെല്ലാം ചേർത്തൊന്ന് മിക്സിയിലങ്ങ് ശരിക്കും അടിച്ചെടുക്കും. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി. അപ്പം ഇത് അതിലേക്ക് ഇടുവാണേ. പൈനാപ്പിൾ വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ജ്യൂസിന് ആവശ്യമുള്ള ഇത് ചേർക്കാം വെള്ളം. ഞാനൊരു നാരങ്ങയുടെ പകുതി എടുക്കണോളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഇത്രയല്ലേ ജ്യൂസ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കായൊന്ന് കുത്തിക്കളയാം. അതിലേക്ക് നേരിട്ട് ജ്യൂസ് ഒഴിക്കണോണ്ടാട്ടോ കാ കുത്തണത്. അല്ലെങ്കിൽ പിന്നെ കാ വീണാൽ കഴിക്കൂലേ, ജ്യൂസ് അടിക്കുമ്പോൾ മിക്സിയിൽ കിടന്ന് കറങ്ങുമല്ലേ, ഇത് നമ്മളറിയില്ല. ഇത്രയേ ഉള്ളൂ. ആക്കിയില്ല, കൈ കൊണ്ടങ്ങ് പിഴിഞ്ഞ് വെച്ചാൽ മതി. നോക്കി, ഇതൊക്കെ സ്ഥിരം ചെയ്യുന്ന ഇതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ലതായിരിക്കും. മിഷ്യന് സാമഗ്രികളൊന്നും വേണ്ട. നാരങ്ങാമിൻ്റെ പിഴിയാൻ ഈ കൈകൊണ്ട് തന്നെ അങ്ങോട്ട് ഒരു മുറി നാരങ്ങയല്ലേ ഉള്ളൂ. നമുക്ക് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഗ്രാമാന്തരീക്ഷത്തിൽ ഇതൊക്കെ പരിചിതമല്ലേ അല്ലേ. ഞാനെപ്പോഴും ഈ നാരങ്ങ പിഴിഞ്ഞേച്ചി തൊണ്ടില്ലേ മിക്സിയിൽ വെക്കും, അല്ല ഫ്രിഡ്ജിൽ വെക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയൊക്കെ വെക്കണേ ആ ട്രേയുടെ അവിടെയാണ് ഞാൻ വെക്കാറ്. അപ്പോൾ ഒരു നാരങ്ങയുടെ ചെറിയൊരു സ്മെല്ല് കിട്ടും, നല്ലതാ. മറ്റെന്തെങ്കിലും അഴുക്ക് മണമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. ഒരു ടിപ്പായില്ലേ, എന്തെങ്കിലുമൊക്കെ ടിപ്പ് അങ്ങനെ കിട്ടൂല അല്ലേ. ഇനി നമ്മൾ മിന്റ് ഒരു ലീഫ് മതിയല്ലേ, 2 ഇട്ടോ വേണമെങ്കിൽ. ഇത് കഴിച്ച് കഴിയുമ്പോൾ അമ്മയോട് പറയൂ കേട്ടോ, ഒന്നാണോ അമ്മ ഇട്ടോളൂ എന്ന് ചോദിക്കും. ഇനി നമുക്ക് ആവശ്യത്തിന് ഷുഗർ ചേർക്കാം. പൈനാപ്പിളിൻ്റെ മധുരം നോക്കിയില്ല, ഒന്ന് തിന്ന് നോക്കിക്ക് മധുരം എങ്ങനെയുണ്ടെന്ന്. നല്ല മധുരം. എൻ്റെ കൈ ഒന്ന് നക്കി നോക്കിയേ, നാരങ്ങയുടെ നല്ല പുളിപ്പ്, നല്ല നാരങ്ങ. പക്ഷേ നല്ല നാരങ്ങ. അപ്പം ഇന്നലെ വാങ്ങിച്ചോളൂ. അടിപൊളി. 2 സ്പൂൺ ഏതായാലും ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് അടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ജ്യൂസിന് മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമല്ലോ, അന്നേരം നമുക്ക് ആവശ്യത്തിന് ഷുഗർ ഇട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ മിക്സിയിൽ അടിക്കണമെങ്കിൽ മിക്സി അകത്താണ്, പ്ലഗും അകത്താണ്, കിച്ചണിൽ പോയി അടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഫിൽറ്റർ ചെയ്ത് പകർത്താം. ജഗ്ഗും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരാം. അടിപൊളി, നല്ല കുറുകിയിരിക്കുന്നു. ഇനി നമുക്ക് അരിച്ചെടുക്കുന്നതിന് മുമ്പ് വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഇതിൽ അരിച്ച് പോരാൻ പാടായിരിക്കും. കുറുകലല്ലേ, നല്ല കുറുകലല്ലേ. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ആദ്യം, തണുത്ത വെള്ളമാട്ടോ ഞാൻ എടുത്തേക്കണം. സ്വല്പം അല്ല, കുറച്ച് ഒഴിക്കണം. എന്നിട്ട് പിന്നെ കുടിക്കാൻ നേരത്തെ പിന്നെ ബാക്കി മിക്സ് ചെയ്യാം. ഇത്ര മതിയാവും. നോക്കാം, നമുക്ക് ഫിൽറ്റർ ചെയ്താൽ മതിയാവും. ഒഴിക്കട്ടെ. ഒഴിക്കുക. ഇച്ചിരി പൊക്കി കാണിച്ചില്ല, അങ്ങനെയല്ല, പൊക്കി കാണിക്കാം. അത് കുറുകലായത് കൊണ്ടാട്ടോ വന്നോളൂ. കുറുകലുള്ളത് കൊണ്ട് അങ്ങനെ. അടിപൊളി.
നിലത്ത് വീഴും. സൗണ്ട് കേട്ടോ. അതെ, ഇത് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ കൈ പിടിക്കണം. അപ്പം ഞങ്ങളുടെ പൈനാപ്പിൾ ജ്യൂസ് ഞങ്ങൾ ജഗ്ഗിലേക്ക് ഒഴിക്കുകയാണ് മക്കളെ. ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ വേണ്ടി ഞങ്ങൾ അത് കഴിഞ്ഞ് ഔട്ടിങ്ങിന് പോവുക. അപ്പോൾ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ കുടിച്ച് കാണിച്ചു തരാം. കറക്റ്റ് ആണല്ലോ വെച്ചത്. സൂപ്പർ, കറക്റ്റ് ആട്ടാ. അയ്യോ, ഒരിക്കലും ഉദ്ദേശിച്ചല്ല അങ്ങനെ. അതൊക്കെയാണ് അമ്മയുടെ മാജിക്. ഞാൻ ഒന്ന് മധുരം നോക്കിയില്ലല്ലോ. മധുരമൊക്കെ ഞാൻ നോക്കിയതാണ്. മിന്റിന്റെ ഒക്കെ ടേസ്റ്റ് അമ്മി കറക്റ്റ് ആണ്. മിന്റിന്റെ ടേസ്റ്റ് ആവശ്യമുള്ളവർക്ക് വീണ്ടും വേണേ കൂടുതൽ ചേർക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് അങ്ങനെ ചേർക്കണ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഒരു സംശയം പറയാം, ഒരു കാര്യം പറയാം. നമുക്ക് പോയി വന്നിട്ട് ഐസ് ക്യൂബ് ഇട്ട് കുടിക്കണ എടുത്താൽ അത് മതി. എന്നാന്ന് വെച്ചാൽ ഇപ്പൊ വെറുതെ ഒരു ഗ്ലാസ്സിൽ ഒന്ന് കുടിച്ചൊന്ന് കാണിച്ചോ, അത് കഴിഞ്ഞിട്ട് വരുമ്പോ നമുക്ക് ശാസ്ത്രീയമായിട്ട് എടുക്കാം. അതെ, അപ്പൊ ഞാനൊരു ഗ്ലാസ് എടുത്തോണ്ട് വരാം. ഒഴിക്കുവാണേ. ഒഴിച്ചോളൂ. സൂപ്പർ. ഒന്നിലൊഴിച്ചാ പോരെ? മതി മതി മതി. അടിപൊളി. അപ്പൊ ഞാനിവിടെ ഇത് ഉണ്ടാക്കിയപ്പോ തൊട്ട് കാത്തിരിക്കുന്നതാണ് ഇത് കുടിക്കാനും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട്. കണ്ടോ, പ്രകൃതിയുടെ നല്ല ഒരു കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട്, പുറത്തിറങ്ങി നിൽക്കാനായിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾ കുറേ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കുടിക്കാം. അധികം ക്ഷമയില്ല, അതാണ് വേഗം കുടിക്കാന്ന് പറയണേ. ഏതാ എടുക്കണ്ടേ? ഇവനെ എടുക്കണോ ഇവനെ എടുക്കാം അല്ലേ? ഇവനല്ലേ ആദ്യം ഇരിക്കണേ, അപ്പൊ ഇവനെ തന്നെ എടുക്കാം. തുളുമ്പി പോയ അമ്മേനെ ഓടിക്കൂട്ടാ. തുളുമ്പി പോവാതെ നോക്കുകയാണ്. അപ്പൊ ടേസ്റ്റ് ചെയ്യട്ടെ വേഗം തന്നെ. കാണാല്ലേ ഇപ്പൊ? അപ്പൊ വേഗം ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നിർത്താൻ പറ്റുന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് ഈ നാച്ചുറൽ ജ്യൂസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ഫ്രഷ് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കഴിക്കാനൊക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സമ്മർ ആകുമ്പോൾ നമ്മൾ ധാരാളം വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ടും അതുപോലെ തന്നെ ജ്യൂസുകളും ഒക്കെ കഴിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്. കാരണം ഭയങ്കര ചൂടാണ്. ആ ചൂടത്ത് നമുക്ക് ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും മധുരമൊക്കെ കുറഞ്ഞിട്ടുള്ള നാച്ചുറൽ ജ്യൂസസ് ആണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിനും നല്ലത്. ഒത്തിരി മധുരം ചെല്ലുന്നതും അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിള് ജ്യൂസ് നമ്മൾ നല്ല തണുപ്പിച്ച് നല്ല യമ്മി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചോ. ഇല്ല, ഇന്നതൊക്കെ എന്തെന്ന് എനിക്ക് അറിയാൻ മേല. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഒരു ഗ്ലാസ് സൂപ്പർ. ഐസ് ഇടണം. ഞാൻ ഐസ് എടുക്കാം. ഐസ് റെഡിയാക്കിയിട്ടുണ്ട്. ഐസും റെഡിയായി, എല്ലാം റെഡിയായി, സെറ്റപ്പായി. ഇട്ടോളൂ. അടിപൊളി. മതി, അത് മതി. സൂപ്പറായിട്ടുണ്ട്. നല്ല കിഡു ജ്യൂസാണ്. അടിപൊളി.